ഡാഷിന്റെ പപ്പീനെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പിയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കൊടുക്കത്ത് വിടുന്നത് തൃശ്ശൂർ ശക്തനിലേക്കാണ് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇതാ നോക്കിയത്. നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഇത് നടക്കണത് ഓടണൊക്കെ കണ്ടോ, നല്ല ഫുള്ളായിട്ട് ആക്റ്റീവ് പപ്പീസാണ് നോക്കിയോ. എന്തേ എന്തേ ഇവിടെ വാ, എവിടേക്ക് കാലിൻ്റെ അടിക്കാൻ പോയി? രണ്ടാമതൊന്ന് പരിചയപ്പെടുത്തട്ടാ. എവിടെ വാ, ഇവിടെ വേണം വേണ്ട. നല്ല ക്യൂട്ട് പപ്പീനെ. ഇത് രണ്ടിനും കയറ്റി വിടാൻ കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്ഥിരമായി വീഡിയോ കാണുന്ന നമ്മുടെ യൂട്യൂബിലെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല പപ്പീസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. ശക്തൻ ചാനലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫാമിലിക്ക് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ മച്ചാമരെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീനെ ഇതാ രണ്ടുപേരെ, ഒരാൾ കയറി ഒരാൾ ചെറിയ കൂട്ടിലാക്കി. ചിലപ്പോൾ അവർ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു കയറുകൊണ്ട് കെട്ടിയിടാം. ഒരു ചിലപ്പോഴേ ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ടൊരു കെട്ടിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സെക്ഷനിൽ ഈ 2 കുട്ടപ്പന്മാരെ കൊടുക്കാൻ പോകാം. 2 ഫീമെയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നല്ല നല്ല പപ്പീസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്ന് നിൽക്കണം അവിടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വണ്ടി ഇതാ വെക്കും. നമ്മുടെ ഓഫീസ് ഇതാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കണം കേട്ടാ. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം. അവിടെ വന്നോ അപ്പോൾ വിടാം കേട്ടോ. ഇപ്പോൾ കൊണ്ടുപോയിട്ട് നിന്നെ വന്നിട്ട് ഒരാളെ ഇപ്പോൾ കൊണ്ടുപോകും, അടുത്ത ആളെ കയറ്റി വിടും. ചമാരെ നമ്മൾ ഓരോ ജില്ലകൾക്കും ഓരോ ദിവസം നമ്മൾ ഓരോരോ പപ്പീസിനെ കയറ്റി വിടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്, നിങ്ങളിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തർക്കും പപ്പീസിനെ കൊടുക്കുന്നത് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾ അതുപോലെ അതിനെ പൊന്നുപോലെ നോക്കുക, ഒരിക്കലും ഉപേക്ഷിക്കരുത്. കുട്ടികളുടെയൊക്കെ ആഗ്രഹത്തിന് ഡോഗിനെ ഒരിക്കലും മേടിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രക്ഷകർത്താക്കളും മേടിച്ച് വളർത്താനുള്ള മനസ്സുള്ളവർ മാത്രം മേടിക്കുക. അപ്പോൾ മച്ചന്മാരെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ ഒരു പപ്പി നമ്മൾ കുന്നംകുളത്തേക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. MJ ട്രാൻസ്പോർട്ടേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അതിലൊരു കുട്ടിയിട്ടാ, ഒരു കുട്ടീനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ കുന്നംകുളത്തേക്ക് കയറ്റി വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. ഇതാണ് വണ്ടി കേട്ടോ. ഇതാട്ടോ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി. അപ്പോൾ നമ്മുടെ കുന്നംകുളത്തേക്കുള്ള പപ്പീനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. കുന്നംകുളത്തെ ആളുടെ നമ്പർ ഞാൻ തരാം കേട്ടോ. ഡാഷ് പപ്പിയാണ്. ഓക്കെ അപ്പോൾ ഓക്കെ ബ്രോ. അപ്പോൾ നമ്മുടെ പപ്പി കുന്നംകുളത്തേക്കുള്ള പപ്പി കയറിയിട്ടുണ്ട് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ എല്ലാം സേഫായിട്ട് എത്തിക്കോളും. AC വണ്ടിയാണ് കണ്ടോ. ഇനി അടുത്ത പപ്പി നമ്മൾ ഇവളെ നമുക്ക് തൃശ്ശൂരിലോട്ട് കൊടുക്കണം. തൃശ്ശൂരല്ല, ഇരിങ്ങാലക്കുട ഉള്ള ഒരു ഫാമിലി വരും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ പപ്പീനെ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്വാൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ശക്തനിലേക്ക് കൊടുന്നു കൊടുത്തിരിക്കുകയാണ്. പാടി ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നാട്ടോ പച്ചമാരെ പപ്പി
ബ്രൗൺ കളർ പപ്പിയാണ്. ചേട്ടാ ഒരു 2 വാക്ക്, എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? 2 വാക്കൊന്ന് പറയോ? യൂട്യൂബില് കണ്ടിട്ടാണ് വിളിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് ഉറക്കെ പറഞ്ഞ പറയും. ഇന്ന് ഞാൻ കാലത്ത് യൂട്യൂബ് എടുക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആളെ വിളിച്ചു. ആള് പപ്പീനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചും ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞു, തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. പപ്പീനെ ഇഷ്ടമായോ? തൃപ്തിയായോ? ഇഷ്ടമായി. അപ്പം അതിനെ നല്ല രീതിയിൽ നോക്കുക. നമ്മളിപ്പോൾ ഒരു ബിസിനസ് പോലെയല്ല, അത് നല്ല രീതിയിൽ നോക്കി സെറ്റാക്കുക കേട്ടോ. വഴിയിൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഓക്കെ. ഹലോ ആ ചേട്ടാ, ഞാനൊരു പപ്പീനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണേ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ഇതിന് ഫുഡ് കൊടുക്കേണ്ടത് ചോറ്, തൈര്. ചോറ് ചിക്കൻ്റെ ലിവർ മേടിക്കാൻ കിട്ടും, അതും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഡ്രൂൾസിൻ്റെ പപ്പി ഫുഡ് മേടിക്കാൻ കിട്ടും. പപ്പി ഫുഡ് മേടിച്ചിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തുക. എന്നിട്ട് അതും കുറച്ച് ചോറും ഇട്ടിട്ട് അതിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് തൈരോ കട്ടത്തൈര് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുത്താൽ കഴിച്ചോളും. അങ്ങനെ എല്ലാ ഫുഡും കഴിക്കും. അല്ല മത്തിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളവും അതും കൂടി കുറച്ച് ചോറും കൂടി അങ്ങനെ മിക്സ് ചെയ്യും. ഇപ്പോൾ വന്നിട്ട് 37 ദിവസം പ്രായം. വിരമരുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞാൽ വിരമരുന്ന് കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വിരമരുന്ന് കൊടുക്കുക. എന്നിട്ട് 55ാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് വാക്സിൻ അടിക്കുക. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. വെൽക്കം. എൻ്റെ വീട് ഇളനാട്. അതിന് ഓക്കെ ഏട്ടാ. ഏതാ പപ്പീന്ന് നോക്കണ്ട? പപ്പീസ് പല വാലിറ്റി ഉണ്ട്. 3500, 4500, 5500. ഇനിയുണ്ട് പപ്പീസ് വീട്ടിലുണ്ട്. അപ്പൊ ഇളനാട് സുജിത്ത് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. മാമന് ഇതുണ്ടോ? പൈസ ചാടിപ്പോണ്ട കീശത്തെ. ഇളനാട് സുജിത്ത് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. മക്കളുടെ ഫോണൊക്കെ എടുത്തിട്ടേ ഇളനാട് സുജിത്ത് വേണ്ട അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇളനാട് ഡോഗ് എന്ന് വേണ്ട അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ചാനൽ കിട്ടും. അപ്പൊ അതിൽ ഡോഗ്സിന്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ മാമന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ എന്നെ ഒന്ന് മിസ് കോൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം കേട്ടാ. നമുക്ക് വയസ്സാം കാലത്തൊക്കെ നമ്മളെ ചിലപ്പോൾ മക്കള് ചിലപ്പോൾ നോക്കിയത് വരില്ല. ഇവര് നമ്മളെ നന്നായി കെയർ ചെയ്യും. അതന്നെ, ഇവര് നന്നായിട്ട് നമ്മളെ കെയർ ചെയ്യും. അതേപോലെ നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ളൂ വീട്ടില്. ഇന്നത്തെ കാലത്ത് കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെ ഉണ്ട്. ഇത് ഡാഷ്. അപ്പോൾ കള്ളന്മാര് പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് രാത്രി മക്കളൊക്കെ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും അല്ലെങ്കിൽ പുറത്ത് ജോലിയിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ ആരാളുള്ളത്? ഇതേപോലെ ഡോഗുള്ളൂ. CCTV വെച്ച് ക്യാമറ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവര് നന്നായി വർക്ക് ചെയ്യും. വർക്കിംഗ് ഡോഗുകളാണ് എല്ലാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. പോട്ടെന്നോ.